നമസ്കാരം. എൻ്റെ പേര് ഷിനി. സ്വന്തം രചനയായ ആത്മാവ് തളം കെട്ടിയ അസ്ഥിമാടങ്ങൾ എന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. തുടരെ തുടരെ പെയ്യുന്ന മഴയെ വകവയ്ക്കാതെ ഉമ്മറത്തോട്ട് കണ്ണും നട്ട് ഇരിക്കുകയാണ് വാസന്തി. 2 മക്കളിൽ ആണൊരുത്തനും പെണ്ണൊരുത്തിയും ഇപ്പോൾ നല്ല നിലയിലാണ്. താൻ വളർന്ന സാഹചര്യത്തിലല്ല തൻ്റെ മക്കൾ ഇന്ന്. മകൾ ബാങ്കുദ്യോഗസ്ഥ, മകൻ ആതുര സേവന രംഗത്ത്. പക്ഷേ താൻ ഇന്ന് ഒറ്റയ്ക്കാണ്. ഭർത്താവിൻ്റെ മരണത്തിന് പോലും മക്കൾ 2 പേരും ആ സമയത്ത് വന്ന് കണ്ട് മടങ്ങി. വാസന്തിയുടെ ഓർമ്മ അല്പം പിറകിലോട്ട് പോയി. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് ചോറ് പൊതി സ്കൂളിൽ എത്തിക്കാനുള്ള വ്യഗ്രതയിലാണ് താനെന്ന്. കാരണം പുലർച്ചെ കക്ക വാരി അത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് കക്കയിറച്ചിയാക്കി വിറ്റതിന് ശേഷം ഓടി വന്ന് പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ ചോറും കറിയും ഉണ്ടാക്കി സ്കൂളിൽ എത്തിക്കണം. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. മാർച്ച് മാസത്തെ ചൂടിനെ വകവയ്ക്കാതെ ഭക്ഷണം സ്കൂളിൽ എത്തിക്കണം എന്ന ചിന്ത മാത്രമേ വാസന്തിക്കുണ്ടായിരുന്നുള്ളൂ. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായി മകൾ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ 1ാമതായി വിജയിച്ചു. അന്ന് സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ അവൾ പറഞ്ഞത് ഈ വിജയം എൻ്റെ അമ്മയ്ക്കുള്ളതാണ് എന്നായിരുന്നു. ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോൾ തൻ്റെ മകളും മാറിത്തുടങ്ങുകയായിരുന്നു. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന മകൾ പിന്നീട് 2 മാസത്തിൽ ഒരിക്കലായി ഫോൺ വിളി. ഇത് അമ്മ എന്ന തൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഉറക്കം നഷ്ടപ്പെട്ടു. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയായി. സത്യം പറഞ്ഞാൽ അവൾ അകന്നപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട വെറും അസ്ഥിമാടം മാത്രമായി താൻ. ഓർമ്മകളിൽ നിന്നുണർന്നപ്പോൾ വാസന്തി പരതിയത് തനിക്കു വേണ്ടി തൊട്ടടുത്ത ആശുപത്രി അധികൃതർ കൊണ്ടുതന്ന ഗുളികകളായിരുന്നു. ഇന്ന് ഈ ഗുളികകളാണ് വാസന്തിയെ നിയന്ത്രിക്കുന്നത്. ഉറക്കം കിട്ടാതെയുള്ള ഓരോ രാത്രിയെയും അതിജീവിക്കാൻ ഈ ഗുളികകൾ വാസന്തിയെ സഹായിക്കുന്നു. വാസന്തിയെപ്പോലെ ഒരുപാട് അമ്മമാർ ഈ കാലഘട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. വാസന്തി അതിന് ഒരു ഉദാഹരണം മാത്രം. നന്ദി, നമസ്കാരം.